കൊച്ചിയിൽ മഹാസമ്മാനമാസം സെപ്റ്റംബർ 6 തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7 തൊട്ട് 8:30 വരെയുള്ള സൂര്യ പരമ്പരകൾ കാണൂ. ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകൂ. കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ. ഉത്തം പ്രസരിപ്പോടെ സൂര്യ TV. വീട്ടിൽ കയറി വന്ന് അക്രമം കാണിക്കുന്നോടാ. ഏട്ടന് ഇവൾക്ക് ഇവിടെ വെച്ച് സകല തോന്നിയ ദിവസം കാണിക്കല്ലേ? പഠിച്ചോ? വേണ്ട, ഏട്ടനും അനിയനും കൂടി ഇവിടെ കിടന്ന് തല്ലു കൂടണ്ട. നീ ആദ്യം ഇവനെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്, ഇല്ലെങ്കിൽ ഞാൻ എന്റെ വഴി നോക്കും. ഞാൻ വന്നതേ എന്റെ കുടുംബത്തിന് വേണ്ടിട്ടാ. നീ കാരണം വേറൊരു പെണ്ണിന്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയാ. ഒരിക്കൽ കൂടി നീ എന്നെ ഇങ്ങോട്ട് വരുത്തിയേക്കരുത്, മനസ്സിലായല്ലോ? അവര് നാളെ എത്ര പേരുണ്ടാവും അച്ഛാ? എന്തായാലും ചെക്കനും ചെക്കന്റെ അമ്മയും വരും. പിന്നെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുന്നവര് സൂചിപ്പിക്കുകയും ചെയ്തു. ആ അമ്പിളി, ആ പച്ച കളറുള്ള സാരിയില്ലേ, അതെടുത്താ മതി. അതെടുത്ത് മോളെ കാണാൻ നല്ല ഭംഗിയാ. നിങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളറാ. അത് ശരി. അപ്പൊ ഞങ്ങൾ ഏത് ഡ്രസ് ഇടണമെന്ന് അച്ഛൻ പറഞ്ഞില്ലല്ലോ. അതിന് നാളത്തെ താരം ചിലങ്ക ചേച്ചിയല്ലോ, അമ്പിളി ചേച്ചിയല്ലേ? പെണ്ണ് കാണൽ ചടങ്ങിനുള്ള സാധനങ്ങളെല്ലാം റെഡി. അത് മാത്രം ആവശ്യത്തിനേ ഉള്ളൂ. അതും കല്യാണ പെണ്ണിന് മാത്രം. അത് കൊണ്ടുപോയി എല്ലാരും വാ. കുറച്ച് മുല്ലപ്പൂ കുട്ടികൾക്ക് കൂടി വാങ്ങിക്കായിരുന്നു. മുല്ലപ്പൂ ഒക്കെ ആവശ്യത്തിന് വാങ്ങിക്കാം നമുക്ക്. കാര്യങ്ങളൊക്കെ ഒരു റൂട്ടായിരുന്നെങ്കിൽ. എന്താ പറഞ്ഞേ? അതെ, നിന്റെ ചേച്ചിയുടെ കല്യാണത്തിന്റെ കൂടെ നമ്മുടെ കല്യാണം കൂടി നടത്തിത്തരാൻ ഞാൻ അമ്മാവനോട് പറയട്ടെ. ചെലവ് കുറയും. എന്താ പറഞ്ഞേ? അല്ല, വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളെ പറ്റി പറയുമായിരുന്നു. കേക്ക്, മറ്റേതേ അച്ചപ്പം. ആ എടാ രഘു, ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നിട്ട് നാളെ എവിടേക്കെങ്കിലും പോയേക്കരുത്. ഇവിടെ തന്നെ ഉണ്ടാവണം. ആ, ഞാൻ ഉണ്ടാവും അമ്മവ. ഉണ്ടായാൽ മാത്രം പോരാ, കാര്യഗൗരവത്തോടെ സംസാരിക്കുകയും വേണം. എന്നുവെച്ച് എപ്പോഴും വളവളാന്ന് സംസാരിക്കണം എന്നല്ല പറഞ്ഞത്. മയത്തില് സംസാരിക്കുക. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രവൃത്തികളിലേക്ക് നമ്മൾ പോവാതിരിക്കുക. തുടങ്ങി സാരോപദേശം. ഇനിയുള്ള പോക്ക് അങ്ങനെ തന്നെ ആയിരിക്കും. കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാ തീരുമാനം. ആ എങ്കിൽ നിനക്ക് കൊള്ളാം. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇദ്ദേഹം ജോത്സ്യരായിട്ടല്ല, ഞങ്ങളുടെ ബന്ധുവായിട്ടാ കൂടെ വരുന്നേ. ആ, എന്നാ ജോത്സ്യരുടെ കണ്ണും മനസ്സും എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടാവണം. പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട അപ്പ തന്നെ ജാതകക്കുറിപ്പ് വാങ്ങിക്കണം. അത് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും പൊരുത്തക്കേട് തോന്നിയാ ജോത്സ്യർ അപ്പ തന്നെ ആ കാര്യം എന്നോട് പറയണം. ജാതകക്കുറിപ്പ് പോലും വേണ്ട. പെണ്ണിന്റെ നക്ഷത്രവും കൂറും അറിഞ്ഞാൽ തന്നെ ഇന്ദ്രന്റെ ജാതകവുമായി കൂട്ടിക്കെട്ടാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഞാൻ പറയാം. മതി, അത് മതി. നിങ്ങൾ എത്തിയോ? ഇന്ദ്രൻ ഇപ്പൊ ഇറങ്ങും. അകത്തേക്ക് ഇരിക്കാന്നേ. ഇറങ്ങാറായില്ലേ? ഇനി ഇപ്പൊ കയറുന്നില്ല. ഹലോ, അവനെവിടെ? സത്യൻ. ഞാൻ ആവുന്നത് പറഞ്ഞു നോക്കി. അവൻ അനങ്ങുന്ന ലക്ഷണമില്ല. ആ, വരുന്നില്ലെങ്കി വരണ്ട. ഉടക്കൊന്നും ഉണ്ടാവില്ലല്ലോ. ആർക്കറിയാം? അമ്മേ, എങ്ങനെയുണ്ട് ഈ ഡ്രസ്? എനിക്കിത് കൊള്ളാവോ? ആ, കുഴപ്പമില്ല. നിന്റെ അല്ലല്ലോ പെണ്ണ് കാണല്. ഈ അമ്മ എപ്പോഴും ഇങ്ങനെയാ, പോസിറ്റീവായി ഒന്നും പറയില്ല. എന്റെ കൊച്ചു സുന്ദരിയല്ലേ? ഈ ഉടുപ്പും കൂടെ ആയപ്പോ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ സൂപ്പർ അല്ലേ? പിന്നല്ലാതെ. പിന്നെ അതെ സാർ, ഞങ്ങൾ ഇറങ്ങാം. വേണ്ട, ഇങ്ങോട്ട് പറഞ്ഞൊന്നുമില്ല. നമുക്ക് ജംഗ്ഷനിൽ വെച്ച് കാണാമല്ലോ. ഇറങ്ങി. ശരി സാർ. അമ്മേ, പോവാം. സച്ചി സാറും ചേച്ചി അവരുടെ വണ്ടിയില്ല. അവരിറങ്ങി. അല്ല, സത്യന് ഇതുവരെ ഇറങ്ങിയില്ലേ? അവൻ വരുന്നില്ലെന്ന്.
എന്താടാ നിന്റെ ഉദ്ദേശം? എല്ലാവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്താനാണോ? അങ്ങനെ എനിക്ക് നാണം കെടുത്താനായിരുന്നെങ്കിൽ ഏട്ടനെ അവളുടെ വീട്ടിൽ വെച്ച് കൈയോടെ പിടിച്ച കാര്യം എനിക്കിവിടെ എല്ലാവരോടും പറയായിരുന്നല്ലോ. അപ്പോ പെണ്ണിന്റെ വീട്ടിൽ പോയി പാര വെക്കാനായിരുന്നു പ്ലാൻ? അതാണ് പരിപാടിയെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞേക്ക്. ഞങ്ങള് ബുദ്ധിമുട്ടി അവിടം വരെ പോകണ്ടല്ലോ. ഞാൻ കല്യാണമേ വേണ്ടാന്ന് വെച്ചേക്കാം. എന്നാലും ഏട്ടനെ അവളെ ഒഴിവാക്കാൻ പറ്റത്തില്ല അല്ലേ? എന്റെ പ്രതിഷേധം അക്കാര്യത്തിൽ മാത്രമാ. അവളെ ഏട്ടന്റെ പരിസരത്ത് കണ്ടാ ഇനി ഞാൻ വിടത്തില്ല. ഇന്ദ്ര, സമയം പോന്നു. സച്ചി സാർ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടാവും. അമ്മ, ഇവൻ പെണ്ണ് കാണൽ ചടങ്ങിന് ഇവൻ വന്നില്ലെങ്കിൽ എന്താ? നീ വന്നേ. എടാ വന്നേ, നോടക്കങ്ങോട്ട്. ഒന്നിങ്ങോട്ട് നോക്കി, സുന്ദരിയായിട്ടുണ്ട്. കൊള്ളാം. ദേ, ഇതൊന്ന് പിടിച്ചേ. മുല്ലപ്പൂ കൂടി വെച്ച അമ്പിളി ചേച്ചി ശരിക്കും ഒരു കല്യാണപ്പെടിനെ പോലാവും. അനു, നീ പൂവ് മുഴുവൻ എന്റെ തലയിൽ വെക്കാൻ പോവാണോ? പിന്നെ അല്ലാതെ. രഘുചേട്ടൻ ഇത് ചേച്ചിക്ക് വെക്കാൻ വാങ്ങിക്കൊണ്ട് വന്നല്ലേ? അതെ, ഇന്നത്തെ താരം ചേച്ചിയല്ലേ, മുഴുവനും ചേച്ചി എന്നെ വെച്ചാ മതി. അതൊക്കെ ശരിയാ, ഓവറാക്കണ്ട. പെണ്ണ് കാണല, കല്യാണല്ല. ഇങ്ങെടുത്തെ. ഇത് മുഴുവൻ എന്റെ തലയിൽ ചൂടണ്ട. പകുതി എടുത്ത് നിങ്ങളെല്ലാരും തലയിൽ ചൂട്. അതെന്തിനാ ചേച്ചി? എന്താ അങ്ങനെയല്ലേ? എന്ത് കിട്ടിയാലും നമ്മൾ പങ്കിട്ടെടുക്കാറല്ലേ പതിവ്? എനിക്കിത് മതി. ഇത്രയും പൂ വെച്ചിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നാൽ ഇഷ്ടപ്പെട്ടാ മതി. ചിലങ്കെ, ഇതെല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കും. ആ, ദാ കത്രിക. നമസ്കാരം മാഷേ. നമസ്കാരം. സച്ചിദാനന്ദനും വരാൻ തോന്നിയല്ലോ, സന്തോഷായി. മാഷിന്റെ കാര്യത്തിൽ വരാതിരിക്കാൻ പറ്റുമോ? ഇതാണ് അനന്തം മാഷ്. നമസ്കാരം മാഷേ. ഇതാണ് നമ്മുടെ പയ്യൻ ഇന്ദ്രജിത്ത്. മോനെ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. തിരുവോണത്തലേന്ന് ഞാനും മാഷും കൂടി മാർക്കറ്റിൽ വെച്ചൊന്ന് മുട്ടി. ഈശ്വര, ഈ ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടപ്പോ ഞാൻ ആഗ്രഹിച്ചതാ ഇവൻ എന്റെ മരുമകനായെങ്കിലെന്ന്. അതിനുശേഷം കുഴപ്പമൊന്നുമില്ലല്ലോ മാഷിന്? ഇല്ല മോനെ, കുഴപ്പമൊന്നുമില്ല. ഇവര് തമ്മിൽ ഇത്രയും വലിയ ആത്മബന്ധമുള്ള സ്ഥിതിക്ക് നമുക്കിനി ഇതിനകത്ത് വലിയ റോളൊന്നുമില്ലല്ലോ സുശീലാമേ. വഴിക്ക് വെച്ച് കണ്ട പരിചയമല്ലല്ലോ സച്ചി സാറേ കല്യാണം. ആദ്യം ചെറുക്കനും പെണ്ണും തമ്മിൽ കണ്ട് ഇഷ്ടപ്പെടണം. അവരുടെ ജാതകങ്ങൾ തമ്മിൽ ചേരണം. കുടുംബങ്ങൾ തമ്മിൽ ധാരണയിലാവണം. മൂത്ത മകന്റെ കല്യാണം എല്ലാ ചിട്ടവട്ടങ്ങളോടും കൂടി നടത്തണമെന്ന് സുശീലയ്ക്ക് പണ്ട് മുതലേ ഉള്ള ഒരു ആഗ്രഹമാ. അതിനെന്താ, ഒക്കെ അതിൻ്റെതായ രീതിയിൽ തന്നെ നടക്കും. എല്ലാവരും വന്നട്ടെ. നടക്ക്. ചേച്ചി,
അതെ, വലിയേച്ച പെണ്ണ് കാണേണ്ടവരെത്തി. ഓടി ഓടുന്നു. പക്ഷേ നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഇത് ഇന്ദ്രന്റെ അമ്മ, അത് ഭാനുമതി അമ്മ. ഇവരൊരു കുടുംബം പോലെ കഴിയുന്നത്. സുശീലയുടെ 3 മക്കളും ഈ കൈകളിൽ കിടന്ന മാഷെ വളർന്നത്. അത് ഇത് എന്റെ അനന്തരവനാ, പത്മനാഭൻ. ഏതൊരു മംഗളകാര്യത്തിന് പോയാലും ഞാൻ ഇവനെ കൂടെ കൂട്ടും. അത്യാവശ്യ ജ്യോതിഷ ശാസ്ത്രമൊക്കെ പത്മനാഭന്റെ കയ്യിലുണ്ടെന്ന് കൂട്ടിക്കോ. ഇതെന്റെ ഇളയ മോള സോന. ഇവർക്ക് രണ്ടുപേർക്കും ഇടയില് ഒരാള് കൂടിയുണ്ട്, സത്യജിത്ത്. അവൻ വന്നിട്ടില്ല. മോള് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഡിഗ്രിക്കാ. ഏതാണ്ട് ഇതേപോലെ ഒരാൾ ഇവിടെയുണ്ട്. ഒന്നല്ലല്ലോ, മൊത്തത്തിൽ 5 ഇല്ലേ? ചിരിച്ചേ. മതി മതി, ഇത്ര ഒരുങ്ങിയാ മതി. ഞാൻ പോയിട്ടെ ചായ എടുത്തോണ്ട് വരാം. വിളിക്കുമ്പോ നിങ്ങളെ ചേച്ചി ഇറക്കിക്കൊണ്ട് വന്നാ മതി. അനുചേച്ചിയുടെ കൂടെ ഞാനും വരട്ടെ? വേണ്ട വേണ്ട, എല്ലാരും കൂടി വരണ്ട. വന്നവരാദ്യം അമ്പിളി ചേച്ചിയെ കണ്ടാ മതി. ആ ശരിയാ, ചെറുക്കനാദ്യം എന്നെ കണ്ട അമ്പിളി ചേച്ചി വേണ്ട എന്നെ മതി എന്ന് പറഞ്ഞാലോ? പിന്നെ ഞാൻ എന്റെ 5 പെൺമക്കളെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. അവർക്കൊക്കെ ഒരു ഏട്ടനായിട്ട് ഇവനും കൂടി ഉണ്ട് ഇവിടെ, രഘുവരൻ. എന്റെ അനന്തരവനാ. ഇവന്റെ അച്ഛനും അമ്മയും നേരത്തെ മരിച്ചുപോയി. പിന്നെ ഇവന് ഇവിടെ തന്നെയായിരുന്നു. കുറച്ചപ്പുറത്ത് ഒരു ചെറിയ വീടുണ്ട്. കാറ്ററിംഗിന്റെ ഏർപ്പാടാണ് രഘുവിന്. എന്റെ മക്കളിൽ ഒരാൾ ഇവനുള്ളതാ. ആ, ഇതുപോലെ മസിലുള്ള ഒരു മരുമകൻ കാവലുള്ളത് നല്ലതാ. 5 പെൺകുട്ടികളുള്ള വീടല്ലേ. എന്നാ നിങ്ങൾ എല്ലാവരും കൂടി സംസാരിച്ചിരിക്കെ, ഞാൻ ഈ വീടൊക്കെ ഒന്ന് കേറി കാണട്ടെ. ഓ ആയിക്കോട്ടെ. നീയും കൂടി വാ മോളെ. മോള് ചെല്ല്. ശരി. ആ. എന്റെ ദൈവമേ, ശോ, കൊള്ളാല്ലേ. വാ. എന്താ മോളുടെ പേര്? അനുപമ. മിടുക്കി. ഇന്ദ്രന് നീ നല്ല ചേർച്ചയായിരിക്കും അല്ലേ സോന? ആ അതെ. ഫോട്ടോ പോലും കാണാതെ പെണ്ണ് കാണാൻ വരുമ്പോ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ആളെങ്ങനെയായിരിക്കും. ഇപ്പൊ ഓക്കെ ആയി. അയ്യോ മോളെ, എനിക്കല്ല, എന്റെ ചേച്ചിക്കാ കല്യാണാലോചന. ആണോ? മോളെ കണ്ടപ്പോ പെട്ടെന്ന് ഞങ്ങള് വിചാരിച്ചു. സാരമില്ല, മോളുടെ ചേച്ചിയല്ലേ, ഒട്ടും മോശാവില്ല. ഇവിടെ വിവേകാനന്ദ നഗറില് ഒരു ജോൺസൺ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ മാഷെ, കുറെ വണ്ടികളൊക്കെ ഉള്ള. ജോൺസൺ ഗൾഫിൽ നിന്ന് വന്ന ശേഷം ഇവിടെ കോൺട്രാക്ട് വർക്കൊക്കെ ചെയ്യായിരുന്നു. ഇപ്പോ സാമ്പത്തിക പ്രശ്നങ്ങളിൽ പെട്ട് വണ്ടികളൊക്കെ കൊടുക്കാൻ പോവാന്ന് കിട്ടും. അയാള് തന്നെയാണോ? അതെ, വണ്ടി സെയിൽ ചെയ്യുന്നതിന്റെ പരസ്യം കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ. എന്താ, ഇന്ദ്രന് വണ്ടി എടുക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ചെറിയൊരു പിക്കപ്പ് വൻ കിട്ടിയ കൊള്ളാവുന്നുണ്ട്. എനിക്ക് പിന്നെ ജോൺസന്റെ വണ്ടികൾ തന്നെ നോക്കൂ. ആള് നല്ല ആളാ, ഇടപെടാൻ പറ്റിയ ആളാ. വീടൊക്കെ ഞങ്ങൾക്ക് നന്നായി ബോധിച്ചു. മാഷിന്റെ മക്കള് എല്ലാം നല്ല അടുക്കും ചിട്ടയോടും കൂടി വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട്. ഇനിയും താമസിപ്പിക്കണ്ട, പെൺകുട്ടിയെ കാണാം. ചിലങ്കേ, വേഗം വാ. പിടി പിടി പിടി. ദാ.
ചേച്ചിക്ക് ടെൻഷൻ ഉണ്ടല്ലേ? ചേച്ചി പേടിക്കണ്ട, ഞങ്ങള് പുറകെ ഉണ്ട്. ചേട്ടൻ അടിപൊളിയാ, ചേച്ചി ധൈര്യമായിട്ടിരിക്കും. മതി മതി, നിങ്ങൾ ഓരോന്ന് പറയുമ്പോ ചേച്ചിക്ക് വിറയില് കൂടും. ചേച്ചി വന്നേ വന്നേ വാ. മോളെ അതിവിടെ വെച്ചു, ഇവിടെ വെച്ചു. വെച്ചോ മോളെ, വെച്ചു. ഇവിടെ ഇവിടെ. ചായ എടുത്ത് കൊടുക്ക്. ഇന്ദ്രന് കൊടുക്കുമോളെ, നിങ്ങൾ തമ്മിൽ ആദ്യം കാണേണ്ടത്. ഏയ് സാരമില്ല മോളെ, സാരമില്ല, കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല. കരയില്ലേ ചേച്ചി? സാരമില്ല. എന്തായത്? കരയില്ലേ മോളെ, കരയില്ലേ? നീ മനഃപൂർവ്വം ചെയ്തൊന്നല്ലോ. സാരമില്ല, അറിയാതെ പറ്റിയതല്ലേ. ആ അനു, ചേച്ചി അങ്ങ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോ. വിഷമിക്കാതെ ചേച്ചി, നിങ്ങളെ ചേച്ചി ചെല്ലു അകത്തേക്ക് മോളെ, കൂട്ടിക്കൊണ്ടു പോ. ഞാൻ ഇവിടുന്ന് ക്ലീൻ ചെയ്യട്ടെ. നിമിത്തം അത്ര ശരിയല്ല കേട്ടോ. വീട്ടില് ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന കുട്ടിയാണേ, പിന്നെ വലിയ സഭാകമ്പ, അതുകൊണ്ട് പറ്റിയതാ. അതൊന്നും സാരമില്ല മാഷേ. ഇല്ല ഇന്ദ്ര? അതെ അതെ, ഒരു ചായ മറിഞ്ഞതുകൊണ്ട് എന്താ? നമ്മളൊരല്പസമയം മാറി നിന്നാലേ അനുപമ ഇവിടെ ക്ലീൻ ചെയ്തോളും. നീ ഒന്ന് ക്ലീൻ ചെയ്യാൻ സഹായിച്ചേ. ചെന്നോളൂ. സൂക്ഷിക്കണേ മോളെ, ദാ ഇവിടെ ഒക്കെ ഉണ്ട്, സൂക്ഷിച്ചു വേണേ. ചേച്ചി കരയല്ലേ? എന്റെ ചേച്ചി ഒന്ന് കരയാതിരിക്കെ. ഇങ്ങനെ സങ്കടപ്പെടാനും മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? അല്ല മോളെ, ഒരു മംഗളകാര്യം ഇങ്ങനെയായില്ലേ? എനിക്കിതൊന്നും പറഞ്ഞിട്ടില്ല. ചേച്ചി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇതൊക്കെ നാളെ പറഞ്ഞു ചിരിക്കാനുള്ള സീൻ മാത്രാ. അല്ലാതെ പിന്നെ കല്യാണം കഴിഞ്ഞാ ഇനി ഇത് പറഞ്ഞാവും ചേട്ടൻ ചേച്ചിയെ കളിയാക്കുന്നത്. രഘുവേട്ട, വേഗം പോയി 3-4 കവറ് പാല് വാങ്ങിട്ട് വരണം. വേറെ ചായ ഇടാം. ശരി, നീ അതിന്റെ കാര്യങ്ങൾ നോക്കിക്കോ. ഞാൻ പാലിപ്പ് എത്തിക്കാം, പുറകിലൂടെ പോവാം. ശരി. ഒരു കുഴപ്പമില്ല ചേച്ചി, ഇതൊക്കെ സാധാരണയാ. നിങ്ങള് ചേച്ചി ഒന്നുകൂടെ സുന്ദരിയാക്ക്. ശരിയായ പെണ്ണുകാണൽ ഇനിയാ നടക്കാൻ പോന്നെ.
ചേച്ചി സുന്ദരിയാ. ആ കണ്ണീരൊക്കെ തുടച്ചു കളഞ്ഞാ മതി. അല്ലെങ്കിൽ അമ്പിളി ചേച്ചി സുന്ദരിയാ അല്ലേ ചേച്ചി? ചിരിക്ക് ചിരിക്കുന്നേ. എന്റെ കുട്ടിയോട് ആർക്കും വിഷമമൊന്നും തോന്നരുത്. വിഷമമല്ല മാഷേ, ഒരു മംഗളകർമ്മത്തിൽ ഇതുപോലൊരു തടസ്സം വരുമ്പോ അതൊരു നല്ല ലക്ഷണം അല്ലല്ലോ. അതെ, ജ്യോത്സ്യം പഠിച്ച പത്മനാഭനും പറയുന്നത് നിമിത്തം ശരിയല്ലെന്നാ. ജ്യോതിശാസ്ത്രത്തിൽ നിമിത്തത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പൊ ഇവിടെ കണ്ട ലക്ഷണങ്ങളൊന്നും ശുഭമല്ല മാഷേ. ഇതാരുടെയും കുഴപ്പമല്ല, ശാസ്ത്രവിധിയാണ്, ദൈവനിയോഗത്തിന്റെ സൂചനയാണ്. വിശ്വാസമുള്ളവർക്ക് പുനർചിന്ത നടത്താം. അല്ലെങ്കിൽ പിന്നെ എനിക്കിതിലൊക്കെ വലിയ വിശ്വാസമാ. എന്തിനാ വെറുതെ വയ്യാവേലി എടുത്ത് തലയിൽ വെക്കുന്നേ? എല്ലാ പൊരുത്തമുള്ളൊരു ബന്ധം മതി എന്റെ മോന്. എന്താ മാഷ കുട്ടിയുടെ നക്ഷത്രം? അമ്പിളിമോളുടെ നക്ഷത്രം ആയില്യം. ആയില്യം കർക്കിടകക്കൂറ്. ഇന്ദ്രന്റെ നക്ഷത്രം തിരുവാതിര, മിഥുനക്കൂറ്. നക്ഷത്രങ്ങൾ തമ്മിൽ പൊതുവായ ചില പൊരുത്തക്കേടുകളുണ്ട്. കൂട്ടത്തിൽ നിമിത്തദോഷവും. ഇല്ല മാഷേ, എങ്ങനെ നോക്കിയാലും ഇവരുടെ ജാതകങ്ങൾ തമ്മിൽ കൂട്ടിക്കെട്ടാൻ പറ്റില്ല. കൂട്ടിക്കെട്ടിയാലും ഈ ബന്ധം അധികനാൾ നിലനിൽക്കില്ല. ഒന്നുകിൽ തല്ലിപ്പിരിയും, അല്ലെങ്കിൽ മരിച്ചു പിരിയും. മതി, ചേരാത്തതിനെ കുറിച്ച് വർണ്ണിക്കണ്ട. പൊരുത്തമില്ലെങ്കിൽ നമുക്ക് ഈ ആലോചന ഇവിടെ വെച്ച് നിർത്താം. അതല്ലേ നല്ലത്? മാഷേ, നമ്മൾ വലിയ പ്രതീക്ഷയോട് ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്കും വിഷമമുണ്ട് സച്ചിദാനന്ദ. ഇന്ദ്രനെ കണ്ടതു മുതൽ ഞാൻ എന്റെ മരുമകനായി മനസ്സിൽ സങ്കല്പിച്ചു വച്ചിരുന്നു. ഈ വിഷമം താൽക്കാലികമാ. പൊരുത്തമില്ലാതെ കല്യാണം നടത്തിയാൽ രണ്ടു കുടുംബവും നാളെ ഇതിലേറെ വിഷമിക്കേണ്ടി വരില്ലേ മാഷേ? ചേച്ചി വിഷമിക്കല്ലേ. മാഷിന്റെ രണ്ടാമത്തെ മോളുടെ നക്ഷത്രം ഏതാ? അനുപമയുടേതോ? അതെ. രേവതി. എന്തേ? രേവതി. അപ്പൊ അതങ്ങനെ പൊതുവായ പൊരുത്തങ്ങളെല്ലാം ഉണ്ട്. വേണമെങ്കിൽ ഗണിച്ചു നോക്കാതെയും ഈ ജാതകങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർക്കാം. ചില നിമിത്തങ്ങൾ മുടക്കത്തിന് മാത്രമല്ല, മുമ്പോട്ടുള്ള വഴിതെളിക്കാനും കാരണമാകാറുണ്ട്. ഇന്ദ്രനും അനുപമയുമായിട്ടുള്ള വിവാഹബന്ധം ആലോചിച്ചൂടെ മാഷേ? അത് വേണോ? മുടങ്ങിയതും മുടങ്ങി. പഞ്ചരത്നങ്ങളിൽ ഒരാളാണ് ഇന്ദ്രന് പറഞ്ഞിട്ടുള്ളത്. എന്റെ സുശീലേ, ആ കുട്ടി മഹാലക്ഷ്മിയാ, മഹാലക്ഷ്മി. മാഷേ, അനുപമയ്ക്കും കല്യാണപ്രായം എത്തി നിൽക്കല്ലേ, അതെങ്കിലും നടക്കട്ടെ. ഏയ്, ഞാൻ സാവിത്രിയോട് പറഞ്ഞിട്ടില്ലേ, എന്റെ മൂത്ത കുട്ടിയുടെ കല്യാണം കഴിയാതെ ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. മാഷിന്റെ മക്കളിൽ ഒരാൾ രഘുവിനുള്ളതാണെന്ന് മാഷ് പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ അമ്പിളിയെ അവന് കല്യാണം ആലോചിച്ചൂടെ? അതാ മാഷേ നല്ലത്. രണ്ടു മക്കളുടെയും കല്യാണം ഒരുമിച്ച് നടത്തുകയും ചെയ്യാം. മൂത്ത കുട്ടിയുടെ ജാതകവുമായി ഇന്ദ്രന്റെ ജാതകം ചേരില്ലെന്നേ ഉള്ളൂ. അല്ലാതെ മറ്റൊരു ദോഷവും ആ കുട്ടിക്കില്ല. എല്ലാം നല്ലതിനായിരിക്കും മാഷേ. ഇന്ദ്രനെ മാഷിന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഒരു നല്ല ബന്ധം വേണ്ടെന്ന് വെക്കണം. ഞാനൊന്ന് ആലോചിക്കട്ടെ.
അമ്മാവാ, അത് നടക്കില്ല. അതെന്താ? മോളെ അനു, അച്ഛൻ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാ. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. ഇന്ദ്രൻ നല്ലൊരു ചെറുപ്പക്കാരനാ. അച്ഛൻ കല്യാണം ആലോചിക്കട്ടെ. അച്ഛന്റെ തീരുമാനങ്ങൾക്കൊന്നും ഞാൻ എതിര് പറയില്ല. പക്ഷേ ചേച്ചിയെ കാണാൻ വന്ന ആളല്ലേ. അമ്പിളി ചേച്ചിയെ സങ്കടപ്പെടുത്തിക്കൊണ്ട് നമുക്കൊന്നും വേണ്ടച്ച. എനിക്ക് സങ്കടമാണെന്ന് നിന്റെ അടുത്ത് ആരാ പറഞ്ഞേ? എനിക്ക് അച്ഛനെയും നിങ്ങളൊക്കെ വിട്ട് വേറെ എവിടെയും പോയി ജീവിക്കാൻ പറ്റില്ല മോളെ. നീ അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ സമ്മതിക്കണം. എനിക്ക് രഘുവേട്ടന് മതി അച്ഛ.